ബഹിരാകാശത്ത് നിന്ന് സ്വർണ്ണനിധി കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലോകത്തെ എല്ലാ മനുഷ്യരെയും ശതകോടീശ്വരന്മാരാക്കാനും ഈ നിധിക്ക് കഴിവുണ്ട്. എന്താണെന്നോ ആ നിധി? 16 സൈക്കി ചിഹ്നഗ്രഹം. സൗരയുധത്തിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ വിലസുന്ന ഒരു ഭീമൻ ചിഹ്നഗ്രഹമാണിത്. ഉരുളക്കിഴങ്ങിന്റെ ആകൃതിയിലുള്ള 16 സൈക്കി ചിഹ്നഗ്രഹത്തിന് 173 മൈൽ വീതിയും 144 മൈൽ നീളവും കണക്കാക്കുന്നു. എന്താണ് 16 സൈക്കി എന്ന ആസ്ട്രോയിഡിനെ കുറിച്ച് അറിയാം. ആസ്ട്രോയിഡ് കുതുകികൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ള 100 കണക്കിന് ചിഹ്നഗ്രഹങ്ങളെക്കാൾ സമ്പത്ത് 16 സൈക്കി എന്ന ഒറ്റ ചിഹ്നഗ്രഹത്തിലുണ്ടെന്നാണ് അനുമാനം. 225 കിലോമീറ്റർ അഥവാ 140 മൈൽ വ്യാസമാണ് 16 സൈക്കിക്ക് കണക്കാക്കുന്നത്. അതായത് 64,000 ചതുരശ്ര കിലോമീറ്റർ വരും. പൂർണ്ണമായും ലോഹ കവചമുള്ള 16 സൈക്കി ചിഹ്നഗ്രഹത്തിന്റെ അകക്കാമ്പ് നിക്കൽ, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ്. തീർന്നില്ല, ഇത്രയും വിശാലമായ പ്രദേശത്തിന്റെ അന്തർഭാഗത്ത് അളക്കാനാവാത്ത അളവിൽ സ്വർണവും പ്ലാറ്റിനവും ഭൂമിയിലേതിന് സമാനമായ മറ്റനേകം അപൂർവ ലോഹങ്ങളും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇതാണ് സൗരയൂഥത്തിലെ തുറക്കാത്ത നിലവറയായി 16 സൈക്കിയെ ശാസ്ത്രലോകം കണക്കാക്കാനുള്ള കാരണം. ലോക ജനസംഖ്യ 830 കോടിയായി കണക്കാക്കിയാൽ ഓരോ മനുഷ്യനും 1 ബില്യൺ യൂറോയ്ക്കടുത്ത്, അതായത് ഏകദേശം 10,000 കോടി രൂപ തുക ലഭിക്കും. 1852 ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ആനിബേൽ ഡി ഗാസ്പാരിസ് ആണ് അസാധാരണമായ ഈ ചിഹ്നഗ്രഹം കണ്ടെത്തിയത്. ഇനി 16 സൈക്കിലെ സ്വർണം ഭൂമിയിൽ എത്തിക്കാനാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. സ്വർണമടക്കമുള്ള ലോഹങ്ങളുടെ അപൂർവ ശേഖരമാണ് 16 സൈക്കി ചിഹ്നഗ്രഹത്തിൽ ഒളിഞ്ഞിരിക്കുന്നതെങ്കിലും അതിനെ ബഹിരാകാശത്ത് വെച്ച് കുഴിച്ചെടുക്കുന്നതും ഭൂമിയിൽ എത്തിക്കുന്നതും അത്ര എളുപ്പമല്ല. 16 സൈക്കിയിൽ നിന്ന് അപൂർവ സമ്പത്ത് കുഴിച്ചെടുക്കുക എന്നൊരു സാഹസികതയായി തുടരും. കാരണം 16 സൈക്കി ഭൂമിയിൽ നിന്ന് വിദൂരത്താണെന്നതും മൈനിങ് ഇപ്പോൾ പ്രായോഗികമല്ല എന്നതുമാണ് അധികൃതർ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഇതിനായി സൈക്കി എന്ന ബഹിരാകാശ പേടകത്തെ നാസ 2023 ഒക്ടോബർ 13 അയച്ചിട്ടുണ്ട്. ഇനി എങ്ങാനും 16 സൈക്കിയിലെ സ്വർണവും പ്ലാറ്റിനവും ഏറെ അളവിൽ ഭൂമിയിൽ എത്തിച്ചാൽ അപൂർവ ലോഹങ്ങളെങ്കിലും അവയുടെ വില ഇതോടെ ഇടിയുമെന്നത് ലോകത്തെ കാത്തിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്.